ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു നൂൺ ടു നൈറ്റ് വരെയുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായി. ഇന്ന് നമുക്ക് വാവേനയായിട്ട് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. അവൻ്റെ ബോഡിയിലൊക്കെ ആകെ ഈ ഹീറ്റ് റാഷസ് പോലെ ചെറിയ ചെറിയ കുരുവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. എന്നാലും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് നമുക്ക് എന്തെങ്കിലും ലോഷൻ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത്, അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള കാരിത്താസിലായിരുന്നു എൻ്റെ ഡെലിവറി. അവിടെ നല്ല പീഡിയാട്രിഷ്യൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ഇപ്പോൾ പോകുന്നത് മേഴ്സി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തത് അവിടുത്തെ ഡോക്ടർ ഫാത്തിമ നല്ലൊരു ഡോക്ടറാണ്, നല്ലൊരു പീഡിയാട്രിഷ്യനാണ്. ഞാൻ ഒത്തിരി പേരോട് അന്വേഷിച്ചിട്ടാണ് കേട്ടോ ഒരു ഡോക്ടറിനെ ഫൈനലി ചൂസ് ചെയ്തത്. കാരണം ഇതേ പ്രായത്തിൽ വാവമാരുള്ളവരുണ്ട്, പിന്നെ 2-3 വയസ്സ് ആയിട്ടുള്ള വാവയുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിച്ചു ഏതാണ് നല്ല ഡോക്ടർ എന്നുള്ള രീതിയിൽ. അതൊന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പോവാൻ കൺവീനിയൻ്റ് ആയിട്ടുള്ളതുകൂടെ നോക്കണമല്ലോ. കാരിത്താസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ OP രാവിലെയാണ്. ഒരു 9 മണി, 9 ഒരു 10 ആവും. 9-ന് നമ്മളവിടെ ചെന്നാൽ ഒരു 10 ആകുമ്പോഴത്തേക്കും കാണിക്കാം. പിന്നെ 10 തൊട്ട് 1 മണി വരെയൊക്കെയാണ് അവിടുത്തെ സമയം. പക്ഷേ ഇവിടെ ആകുമ്പോഴത്തേക്ക് ഈ ഡോക്ടർ രാവിലെ ഉണ്ട്, 10 തൊട്ട് 1 മണി വരെ ഉണ്ട്, പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് 4 മണി തൊട്ട് 5 മണി വരെ ഉണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണല്ലോ, നമുക്ക് പോകാനും ഒക്കെ അതാണ് കുറച്ചുകൂടെ എളുപ്പം. ഈ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പം അച്ഛൻ അല്ലെങ്കിൽ ഏട്ടൻ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ലീവ് എടുത്തിട്ട് വന്നാലേ ഒന്ന് വണ്ടിയിൽ നമുക്ക് കാർ ഓടിച്ചിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ചേട്ടൻ്റെ ഡ്യൂട്ടിയുടെ സമയമൊക്കെ ചിലപ്പം മോർണിംഗിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നേരത്തേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് പോകാൻ എളുപ്പമാണ്. പിന്നെ ദൂരവും കുറവ് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഓഫ് കോഴ്സ് നല്ല ഡോക്ടറുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത്, ഇത് വാവയ്ക്ക് കിട്ടിയ കുറേ ഉടുപ്പുകളാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇടുന്ന നല്ല ഉടുപ്പുകളുണ്ടല്ലോ, ആ തരത്തിലുള്ള ഉടുപ്പുകളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കുറേ ഉടുപ്പുകൾ കിട്ടി. ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് അതിൽ കൂടുതൽ കിട്ടി. സത്യം പറഞ്ഞാൽ ഒരു അലമാരി ഫുൾ ഇപ്പോൾ അവൻ്റെ ഡ്രസ്സുകളാണ്. ഞാനും ഏട്ടനും പറയും, ഞങ്ങൾ ആക്ച്വലി അവന് വേണ്ടിയിട്ട് ഉടുപ്പ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഒരു 1-2 വയസ്സ് വരെ ഇടാനുള്ള ഉടുപ്പ് ഇപ്പം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഏട്ടൻ്റെ ഫ്രണ്ട്സ്, ഏട്ടൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നവരെല്ലാവരും കുറേ ഉടുപ്പ് അങ്ങനെ ഒത്തിരി ഗിഫ്റ്റുമായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളെടുത്ത് ഇപ്പം യൂസ് ചെയ്യാത്തതുകൊണ്ട് എടുത്ത് മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് 2-3 എണ്ണം അവനിങ്ങനെ അത്യാവശ്യം ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് അടുക്കി പെറുക്കി സെറ്റാക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഞാൻ ശരിക്കും ഈ ഒരു ഡെലിവറി കഴിഞ്ഞതിൻ്റെ ഒരു റെസ്റ്റിലായതുകൊണ്ട് തന്നെ എല്ലാം ആകെ എന്താ പറയുക അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഡ്രസ്സിൻ്റെ സൈഡാണെങ്കിലും റൂമാണ്. പിന്നെ ഞാനിങ്ങനെ ഒരു ഡോക്ടറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അതിൽ ഡോക്ടർ പറയുന്നുണ്ട്, അതായത് ഈ സമയത്ത് നമുക്കിങ്ങനെ എല്ലാം ഇങ്ങനെ ഒരു ഓർഡർ അല്ലാതെ കിടക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇറിറ്റേഷനൊക്കെ തോന്നും. പ്രത്യേകിച്ച് അതിന് മുമ്പേ എല്ലാം ഓർഡറാക്കിയൊക്കെ പോയവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ അത് കുഴപ്പമില്ല, നിങ്ങൾ എന്തായാലും ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടതാണ് അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് ദിവസങ്ങൾ നല്ല റെസ്റ്റിലായിരുന്നു. ഇനിയിപ്പോൾ പയ്യെ ഓരോന്നൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു നൈറ്റി പീസ് കൊണ്ട് തയ്ച്ചാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു 10 നൈറ്റി പീസ് എടുത്തത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഒരെണ്ണം വെച്ചിട്ട് തയ്ച്ചതാണ്. ഇത് ഫീഡിങ് കുർത്തിയുടെ മോഡലിലാണ് കേട്ടോ തയ്ച്ചിട്ടുള്ളത്. 2 സൈഡിലും സിബ് വരുന്നുണ്ട്. പിന്നെ ഇത് നൈറ്റി പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ലൈനിങ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ, കാര്യം ഓൾറെഡി നല്ല കട്ടിയുള്ള തുണിയാണ്. പിന്നെ ഇതിൻ്റെ തയ്യക്കൂലി 250 രൂപയാണ് കേട്ടോ ആയത്. അപ്പോൾ ടോട്ടൽ ഒരു 450-ന് താഴെ ഈ ടോപ്പ് മൊത്തത്തിൽ നമ്മൾ തയ്ച്ചെടുത്തതിനായിട്ടുണ്ട്. അതായത് തുണിയുടെ പ്രൈസ് പ്ലസ് നമ്മുടെ തയ്യക്കൂലിയും കൂടെ കൂട്ടിയിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലത് ഇത് തന്നെയാണ്. കാരണം ഓൺലൈനിൽ നിന്നൊക്കെ ഞാൻ 2-3 തവണ ഫീഡിങ് കുർത്തീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ എനിക്ക് അതിൽ തുണി അത്ര ക്വാളിറ്റി തോന്നിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ചില മെറ്റീരിയലൊക്കെ അത്ര കട്ടിയില്ലെങ്കിലും ലൈനിങ് വെക്കാതെയാണ് അവർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നൈറ്റി പീസ് എടുത്തിട്ട് ഇത്തരം കുർത്തീസ് തയ്പ്പിക്കുകയാണെങ്കിൽ അത് തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചുകൂടെ മെറ്റീരിയൽ ക്വാളിറ്റി വൈസ് നോക്കിയാലും ഒക്കെ നല്ലത് ഇങ്ങനെ തയ്ക്കുന്നതാണ്. അപ്പോൾ അന്ന് വാങ്ങിച്ച ആ 10 നൈറ്റി പീസിൽ ഒരു 3-4 എണ്ണം കൂടെ ഇതേപോലത്തെ കുർത്തി തയ്ക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ തയ്ച്ച് കിട്ടിയിട്ട് മുഴുവനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അതായത് ആ കുർത്തീസ് വെച്ചിട്ട് മാത്രം ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു നൈറ്റി പീസ് വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നും പ്രൈസ് എത്രയാവും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും.
ഹോസ്പിറ്റലിൽ പോകേണ്ടതുകൊണ്ട് തന്നെ ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൂടെ ഒന്ന് അൺബോക്സ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇത് ഞാൻ നൈക്കയിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഈ ഫൗണ്ടേഷൻ്റെ കൂടെ ഫ്രീ ആയിട്ട് എനിക്ക് ബയോട്ടിക്കിൻ്റെ ഒരു ഹെയർ ഓയിലൂടെ കിട്ടി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ. ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഷെയ്ഡ് വരുന്നത് 220 ആണ്. ഞാൻ അങ്ങനെ എപ്പോഴും മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല. ഇനിയിപ്പം വാവയുടെ നൂലുകെട്ടൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാത്തതായിരുന്നു കേട്ടോ. ഞങ്ങൾ MSc പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രോജക്റ്റ് ചെയ്യാൻ കുറച്ച് നാൾ കാലടിയിലുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ 3-4 ഫ്രണ്ട്സ് കൂടിയിട്ടായിരുന്നു അവിടെ ഒരു വീടെടുത്തിട്ട് അവിടെയായിരുന്നു നിന്നത്. അന്ന് ശരിക്കും മേക്കപ്പിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിക്കുന്ന അന്നാണ് കേട്ടോ. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, കാവ്യ. അവളാണ് ശരിക്കും പറഞ്ഞാൽ, അവളുടെ കയ്യിൽ ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു. ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനും ഒക്കെ നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ്. പിന്നെ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ട് പിന്നെ ഞാൻ ഒരെണ്ണം ഓൺലൈനിൽ നിന്ന് വാങ്ങുമായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തും ഈ ഒരു ഷെയ്ഡ്, അതായത് ഫൗണ്ടേഷൻ നല്ല ഷെയ്ഡ് നമുക്ക് പറ്റുന്നത് നോക്കിയിട്ട് വേണമല്ലോ എടുക്കാൻ. അപ്പോൾ അവൾ തന്നെ സെലക്ട് ചെയ്ത് തന്നാണ് ഈ ഒരു ഷെയ്ഡ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് എൻ്റെ എന്താണ് ഫോട്ടോഷൂട്ട്, ലൈക്ക് നമ്മുടെ ഇതുണ്ടല്ലോ സേവ് ദ ഡേറ്റ് ഫോട്ടോ, അതൊക്കെ എടുക്കാൻ അവൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അന്ന് അങ്ങനെ കൺസീലറും ഫൗണ്ടേഷനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ വേറൊരെണ്ണം വാങ്ങുന്നത്. പക്ഷേ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ. കാര്യം ക്ലാസ്സുകളൊക്കെ എടുക്കാൻ നേരത്തുമൊക്കെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഫൗണ്ടേഷൻ വാങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പൊതുവേ ഇങ്ങനെ യൂട്യൂബിലെ വീഡിയോസൊക്കെ ഇതിന് വേണ്ടിയിട്ട് കണ്ട സമയത്ത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് എപ്പോഴും നമ്മുടെ ഷെയ്ഡിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കർ ആയിട്ടുള്ളത് വാങ്ങണം എന്നുള്ള രീതി. പക്ഷേ 1-2 വീഡിയോസിലും പിന്നെ എനിക്കും പേഴ്സണലി തോന്നിയ കാര്യം, നമ്മുടെ ഷെയ്ഡിനേക്കാൾ ഒരു പൊടിക്ക് ലൈറ്റർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ എടുക്കുന്നതാണ് നല്ലത്. കാരണം ചില ഫൗണ്ടേഷൻസ് ഒക്കെ ഓക്സിഡൈസ് ചെയ്യൂല. അപ്പോൾ നമ്മളത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെയും നമ്മളൊന്ന് ഡാർക്കായി പോകും. നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതൊക്കെ എന്തിനാണ്, നമ്മുടെ ആ ഒരു ഒന്നുകൂടി ഒന്ന് ബ്രൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ എപ്പോഴും അങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതെൻ്റെ കറക്റ്റ് ഷെയ്ഡാണ്. ഞാനത് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ബയോട്ടിക്കിൻ്റെ ഒരു ഹെയർ ഓയിലാണ്. അത് ഇതിനൊപ്പം ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. ശരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത്, അതായത് ഫൗണ്ടേഷൻ്റെ പ്രൈസ് വരുന്നത് 269 രൂപയാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഇതിന് നല്ല സ്മെല്ലാണ് കേട്ടോ. സാധാരണ നമ്മളിപ്പോൾ വെക്കുന്ന ഓയിലുകൾക്കൊക്കെ, അതായത് നമ്മൾ കാച്ചി എണ്ണ വെച്ചാലും, പിന്നെ അതേപോലെ ഇപ്പം ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കൺമഷി ഹെയർ ഓയിലാണ്. അത് ഹെയർ ഫോളിന് നല്ലതാണ്. എൻ്റെ ഹെയർ ഫോൾ ശരിക്കും കുറഞ്ഞത് ആ എണ്ണ യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ എന്നാൽ അതിനങ്ങനെ നമ്മൾ അത് പുരട്ടി കുളിച്ച് കഴിഞ്ഞിട്ട് വലിയ നല്ല സ്മെല്ലെന്ന് പറയാനൊന്നുമില്ല. പക്ഷേ ഈ ഓയിലിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലാണ്. നമ്മളിത് അപ്ലൈ ചെയ്ത് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞാലും ആ ഒരു സ്മെല്ല് എപ്പോഴും നന്നായിട്ട് നിൽക്കും. പിന്നെ ഇവരിതിൻ്റെ അകത്ത് ആൻറ്റി ഹെയർ ഫോൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം ശരിയാണെന്നറിയില്ല. ഞാനിപ്പോൾ ഒരു 1 വീക്കായിട്ടേ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഞാൻ യൂസ് ചെയ്തിട്ടൊരു 1 വീക്കേ ആയിട്ടുള്ളൂ കേട്ടോ. എന്തായാലും കുറച്ച് നാളുകൂടെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് സ്നേഹ വരുന്നത്. അവൾ ശരിക്കും സർപ്രൈസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ വീട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കും. ഞങ്ങൾ അധികം സമയം എടുക്കില്ല, പോയിട്ട് പെട്ടെന്ന് തന്നെ വരും, ഒരു 1 അവറിനുള്ളിലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അവൾ വീട്ടിൽ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞ് അവളും അച്ഛമ്മയും കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എന്താ പറയുക, കുറേ സമയം അങ്ങനെ പൊക്കോളും. അവൾ വീട്ടിൽ മിക്കപ്പോഴും വരാറുള്ളതായതുകൊണ്ട് തന്നെ അച്ഛമ്മയ്ക്ക് നല്ല പരിചയമാണ്. ഞങ്ങൾ നേരത്തെയൊക്കെ ആണെങ്കിലും ഈ MSc പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കമ്പൈൻ സ്റ്റഡി ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലൊക്കെ പോകും. പക്ഷേ വീട്ടിൽ വന്നാലുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ പഠിക്കും. അതിനുശേഷം ഞങ്ങൾ കിടന്നുറങ്ങും, അല്ലെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടൊരു 1 അവറിനുള്ളിൽ വന്നു കേട്ടോ. 5 മണി ആയപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ ഒരു 6:30 വരെ അവളുമായിട്ടിരുന്ന് കുറേ നേരം സംസാരിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുത്തില്ല. അതിനുശേഷം അവൾ പോയി. പിന്നെ ഇപ്പോൾ അവൾ കൊണ്ടുവന്ന സാധനങ്ങളാട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒത്തിരി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഓരോന്നെടുത്ത് അടുക്കി വെച്ചില്ലെങ്കിൽ അലമാരിയിൽ ശരിക്കും സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോ കൂടെ എടുത്തേക്കാം, നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് കരുതി. കുറേ സാധനങ്ങൾ അവൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അവളെ വഴക്ക് പറഞ്ഞു, എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ട്. കാരണം ഉടുപ്പൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി നമ്മൾ യൂസ് ചെയ്യാത്ത ഉടുപ്പ് വരെ ഇരിപ്പുണ്ട്. ഉടുപ്പ്, പിന്നെ ഇതേപോലെ വിരിക്കുന്ന ഷീറ്റ്, ടർക്കി, പാമ്പേഴ്സ്, പിന്നെ വെറ്റ് ടിഷ്യൂ, അങ്ങനെ എന്താ പറയുക, അത്യാവശ്യം ഒരു മാസത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും അങ്ങനെ കേട്ടോ. ഞാനും സ്നേഹയും
കാവ്യം. ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. ഞാൻ ഇടയ്ക്ക് എൻ്റെ വീഡിയോയിലൊക്കെ പറയാറുണ്ടല്ലോ. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും ഞങ്ങളുടെ എന്താ പറയുക ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ ഞാൻ തിരിച്ചറിഞ്ഞത് ശരിക്കും എൻ്റെ ലൈഫിലേക്ക് ഇവർ വന്ന സമയത്താണ്. അപ്പം അതിനെപ്പറ്റിയൊക്കെ ഞാൻ വേറൊരു വീഡിയോ, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അതൊക്കെ പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇതേപോലെ തന്നെയാണ്. ഇവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കേ ഇല്ലായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ആദ്യത്തെ ആ ഒരു കുറച്ച് മാസം ഭയങ്കര വോമിറ്റിംഗ് ആയതുകൊണ്ട് പിന്നീടുള്ള മാസങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഫ്രൂട്ട്സ് കഴിക്കാൻ. വോമിറ്റിങ്ങിൻ്റെ സമയത്ത് ഞാൻ ആകെ കഴിച്ചുകൊണ്ടിരുന്ന ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ്. പിന്നെ ആപ്പിളിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമല്ല. മാതള നാരങ്ങ ഞാൻ ഒട്ടും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവർ വരുന്ന സമയത്തൊക്കെ കൊണ്ടുവരുന്നത് ഈ ആപ്പിള്, മാതള നാരങ്ങയൊക്കെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അച്ഛനും അമ്മയൊക്കെ എന്നെ വഴക്ക് പറയും, അത്രയും പൈസ കൊടുത്ത് അവർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ പറയും എനിക്കിത് ഒട്ടും കഴിക്കാൻ പറ്റാഞ്ഞിട്ട്. എന്നിട്ട് അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ കൂടി ഇരുന്നിട്ടാണ് അതൊന്ന് കഴിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് കഴിക്കുന്നത്. അപ്പോൾ ആ സമയം തൊട്ട് ഞാൻ അവളോട് പറയും, എന്തിനാ ഇങ്ങനെ ഇത്രയും ബൾക്കായിട്ട് വാങ്ങിക്കുന്നത്, അത് കഴിക്കുമെങ്കിൽ വേണ്ടില്ല, അങ്ങനെയൊക്കെ പറയും. പിന്നെ അതേപോലെ ഞാനിങ്ങനെ ഓർക്കും കേട്ടോ, ഇപ്പോൾ സ്നേഹ വന്ന സമയത്താണെങ്കിലും ഇതിന് തലേ ദിവസം കാവ്യ വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരോട് ഒരുമിച്ച് വരണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ കാവ്യ തൃശ്ശൂരാണ് കേട്ടോ അവളെ കല്യാണം കഴിച്ചത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആയിരുന്നു വന്നത്. അപ്പോൾ അതുകൊണ്ട് സ്നേഹയായിട്ട് ഒരുമിച്ച് വരാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ആക്ച്വലി നമ്മൾ കൂടുന്ന സമയത്തൊക്കെ നമ്മൾ മൂന്ന് പേരും ഒരുമിച്ചാണ് എവിടെയും കൂടുന്നത്. അപ്പോൾ തലേ ദിവസം കാവ്യ വന്നപ്പോഴത്തേക്ക് അവൾ കൊണ്ടുവന്നാണ് ഇങ്ങനെ ഈ പാമ്പേഴ്സ്, കുറേ ഉടുപ്പ്, ടർക്കി. അതും ഞാൻ എടുത്തു വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഒന്ന് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവർ രണ്ടുപേരാണെങ്കിലും ഞങ്ങളുടെ ഒരു ഗ്യാങ്ങിൽ ഫസ്റ്റ് കല്യാണം കഴിച്ച് വാവ ഉണ്ടാവുന്നത് എനിക്കാണ്. അപ്പോൾ അവർ കാണാൻ വരുന്ന സമയത്ത് എന്താ പറയുക, ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് ഈ സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് എല്ലാവരും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങുമല്ലോ, ഇവർ ഡ്രസ്സ് വാങ്ങിച്ചു. അതിനൊപ്പം തന്നെ പാമ്പേഴ്സ്, പിന്നെ ഇതേപോലത്തെ വെറ്റ് ടിഷ്യൂ, അതൊക്കെ എനിക്ക് തോന്നിയിട്ട് അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനും ഓർത്ത് ഇനി ആരുടെയിലൊക്കെ വാവയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് ഉടുപ്പിലും കൂടുതലായിട്ട് നമ്മൾ വാങ്ങേണ്ടത് ഇതേപോലത്തെ സാധനങ്ങളൊക്കെയാണെന്ന് തോന്നി. ഇതൊക്കെ നമുക്ക് പിള്ളേർക്ക് എന്തായാലും ആവശ്യം വരുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി കുറച്ച് സമയം പഠിക്കാനിരിക്കുകയാണ്. ഒരു 1 hour ഉള്ളൂ കേട്ടോ. 1 hour കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുവാണ്. ഇന്ന് രാവിലെ ഞാൻ കുറച്ച് സമയം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒത്തിരി സമയമില്ല, ഒരു 1 hour. അതിനുശേഷം കിടന്നുറങ്ങിപ്പോയി. പിന്നെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ആ കാര്യങ്ങൾ തൊട്ടിട്ടാണല്ലോ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു 1 hour ഒന്ന് റിവിഷന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹിസ്റ്ററി ഞാൻ പഠിച്ചു വെച്ച കുറച്ച് പോർഷൻസ് ആണ് റിവൈസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും റിവൈസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മോക്ക് ടെസ്റ്റുകൾ റിവിഷൻ്റെ ടൈമിൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിങ്ങനെ നോട്ട് എഴുതി വെച്ചതോ, അല്ലെങ്കിൽ ഇപ്പോൾ ചിലതൊക്കെ ഗൈഡിൽ വെച്ചിട്ടായിരിക്കുമല്ലോ പഠിക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ തന്നെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. അതായത് ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചിട്ട്, ഇപ്പോൾ ഗൈഡിലുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ മോഡലായിട്ടാണ് കേട്ടോ ഞാൻ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ആൻസർ ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എനിക്ക് അതിനെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെ ആൻസർ ചെയ്യാൻ പറ്റാത്തതാണ്, അതായത് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ തെറ്റിപ്പോയതൊക്കെ ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കും. അപ്പോൾ അങ്ങനെയാണ് റിവിഷൻ പൊതുവെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു 1 hour ഞാൻ റിവൈസ് ചെയ്യുന്നുണ്ട്. കുറച്ചധികം ടോപ്പിക്ക് റിവൈസ് ചെയ്യാനുണ്ടായിരുന്നു. ഹിസ്റ്ററി ഞാൻ റിവൈസ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് റിവിഷൻ ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ അഡ്ഹോക്കിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലാസ്സുകൾ എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ക്ലാസ്സൊക്കെ റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടോ. പക്ഷേ എൻട്രിയിൽ കോഴ്സ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അഡ്ഹോക്കിൻ്റെ ആണ് ഇപ്പോൾ May 1 തൊട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു പ്രഗ്നൻ്റ് ആയ ആ ഒരു ലാസ്റ്റ് ടൈം ആയ സമയത്ത് എനിക്കിങ്ങനെ ഭയങ്കര എന്താ പറയുക ഡിഫിക്കൽട്ടീസ് ഒക്കെ ആയപ്പോൾ എൻട്രിയുടെ ക്ലാസ് അപ്പോഴും എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം LDCയുടെ കോഴ്സിൽ എന്താ പറയുക അത്രയും ഇതായിട്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ലൈവൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു, എങ്കിൽ എനിക്ക് റെക്കോർഡിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത്, ഇവിടുത്തെ അഡ്ഹോക്കിൻ്റെ സാറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എൻട്രിയുടെ ക്ലാസ്സിൻ്റെ തിരക്കുണ്ട്, പിന്നെ കുറച്ച് എന്താ പറയുക ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം സാറ് പറഞ്ഞു അത് കുഴപ്പമില്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ
പോർഷൻസ് ഒക്കെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു റെക്കോർഡഡ്. ഇനി എനിക്ക് കുറച്ച് ടോപ്പിക്ക് കൂടെ തീർക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ മെയ്യിൽ ഒരു എക്സാം വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് മുമ്പായിട്ട് ക്ലാസ് തീർത്ത് കൊടുക്കാമോ പറ്റുമോ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ചെയ്ത് കൊടുക്കാം. കാര്യം ആ ഒരു ലാസ്റ്റ് 9 മന്തിൻ്റെ സമയത്തൊക്കെ അത്രയും ഫിസിക്കലി നമ്മൾ ബുദ്ധിമുട്ടായിരുന്ന സമയത്തും അവിടെ കോഴ്സ് റണ്ണിങ് ആയിരുന്നപ്പോഴും ഒക്കെ സാറ് എനിക്കൊരു കൺസിഡറേഷൻ തന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ സാറ് പറഞ്ഞു പറ്റുമെങ്കിലും അധികാരി ഇങ്ങനെ ഇരിക്കുമല്ലേ, ഡെലിവറി കഴിഞ്ഞിട്ട് അധികം ആയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, ക്ലാസ് ചെയ്യാം, അധികം ബുദ്ധിമുട്ടില്ല. കാര്യം ഓൾമോസ്റ്റ് നോട്ട്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഒന്ന് ക്ലാസ് എടുത്താൽ മതി. പിന്നെ അഡ്ഹോക്കിൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്സ് ഒരു ക്ലാസ് ആകാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ഡെയിലി ഓരോ ക്ലാസ് ഇതാണെങ്കിലും എടുത്ത് പോകാനുള്ള സമയമുണ്ടല്ലോ. അപ്പം ഞാൻ ഇന്ന് എന്തായാലും നോട്ട് പ്രിപ്പയർ ചെയ്യുവാണ്. നോട്ട് പ്രിപ്പയർ ചെയ്യാൻ മീൻസ് നോട്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ ഉള്ളതുണ്ട്. പക്ഷേ അതിൽ കുറച്ച് അപ്ഡേഷൻസ് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുവാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതെൻ്റെ പുതിയ ലാപ്ടോപ്പാണ്. പുതിയ ഒരു ലാപ്പ് ഞാൻ എടുത്തു. അതെടുക്കാൻ കാരണം ക്ലാസ്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും നോട്ടൊക്കെ ഒന്ന് സോർട്ട് ചെയ്തിടാലോ എന്ന് വിചാരിച്ച് ഞാനൊരു ദിവസം ഇങ്ങനെ നമ്മുടെ പഴയ ലാപ്പ് എടുത്ത സമയത്ത് അത് വർക്കിംഗ് അല്ല. അതിന് ഒന്നാമത് ഒരുപാട് പ്രശ്നങ്ങളുള്ളതായിരുന്നു. ഈ തവണ എടുത്ത സമയത്ത് അത് ഓണായി നിൽക്കുന്നില്ല. 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് തന്നെ ഓഫായി പോവാണ്. പിന്നെ നമ്മുടെ ലാപ്പ് ശരിയാക്കുന്ന ചേട്ടനുണ്ട്, പുള്ളീനെ വിളിച്ച് ഞാനിങ്ങനെ സംസാരിച്ചപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു വേറൊരു ലാപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം അതിന് ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നല്ലോ. മുമ്പ് തൊട്ടേ അത് മാറാമെന്ന് വിചാരിച്ച് തന്നെയായിരുന്നു ഞാൻ ഇരുന്നത്. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് മാറാമെന്ന് വിചാരിച്ചു. കാര്യം ആ ഒരു 1-2 മാസം എന്തായാലും ക്ലാസ്സസ് ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും പെട്ടെന്ന് തന്നെ പിന്നെ ഒരു ലാപ്പ് ലെനോവയാണ് ഇപ്പോൾ പുതിയത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ലാപ്പ് എടുത്തു കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക ഈസിയായി. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, മറ്റേ ലാപ്പിൽ നമ്മൾ ക്ലാസ് എടുക്കാനിരിക്കുന്ന സമയത്ത് ഒരു 20 മിനിറ്റ് ക്ലാസ് ഉണ്ടെങ്കിലും ആ ലാപ്പ് ഓണായി വന്ന് ഭയങ്കര സ്ലോ ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇടയ്ക്ക് ഹാങ് ആവും. അതെല്ലാം കഴിഞ്ഞ് ഒരു 1 അവറെങ്കിലും വേണം 20 മിനിറ്റിൻ്റെ ക്ലാസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. പക്ഷെ ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ട്. യൂസ് ചെയ്യാനും കുറച്ചുകൂടെ നല്ല സ്മൂത്താണ്. അപ്പോൾ ഞാൻ ഇന്നിരുന്നിട്ട് നോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ഇന്ന് ക്ലാസ് എടുക്കുന്നില്ല. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ക്ലാസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട വരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഏകദേശം ഒരു 11:30 വരെ ഞാനിരുന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്ത് അതിനുശേഷം വാവ ആ സമയത്ത് എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഫീഡ് ചെയ്തിട്ട് പിന്നെ ഒരു 12 ആയപ്പോഴത്തേക്ക് ഞാൻ കിടന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വ്ലോഗിൽ പറയാനുള്ളത്. അടുത്തൊരു വ്ലോഗുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.